നക്ഷത്രക്കൂട്ടം നടന്നു പോകുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ട്? കുഞ്ഞുനാളിൽ ഞാൻ കണ്ടിട്ടുണ്ട് നക്ഷത്രക്കൂട്ടം ഇങ്ങനെ നടന്നു പോകുന്നു. ആ നക്ഷത്രക്കൂട്ടത്തെ മാറ്റി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മുരളി എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരനെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഡിസംബർ മാസത്തിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് നക്ഷത്രമുണ്ടാക്കി വിൽക്കുകയാണ്. 1980കളിൽ അല്ലെങ്കിൽ 80-90 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ സഹോദരൻ ഉണ്ടാക്കിയ നക്ഷത്രമാണ് നാട്ടിലുടനീളം തൂക്കിയിട്ടുള്ളത്. മാസങ്ങളുടെ പരിശ്രമമാണ്. അതിൻ്റെ തെങ്ങോല വെട്ടി അതിൻ്റെ അളിയെടുത്ത് ഉണക്കി അത് മനോഹരമായിട്ട് ചീവി ഒതുക്കി നക്ഷത്ര അളവിൽ മുറിച്ച് അത് കൃത്യമായിട്ട് കെട്ടി നക്ഷത്രങ്ങളാക്കി ഇങ്ങനെ വെച്ച് അതിനുശേഷം ഡിസംബർ ആകുമ്പോഴതിൽ വൈറ്റ് പേപ്പർ പൊതിഞ്ഞ് അതിൽ ബോർഡർ കൊടുത്ത് അതിന് ചുറ്റുമൊരു റൗണ്ട് വൃത്തം തീർത്ത് വളരെ ഭംഗിയുള്ള ഡിഫറെൻറ്റ് കളേഴ്സ് അരികിലൊക്കെ കര തീർക്കുന്ന നല്ല നക്ഷത്രം അതെല്ലാം ഉണ്ടായിക്കഴിയുമ്പോൾ ഈ സഹോദരൻ 10-20 നക്ഷത്രം ഒന്നിച്ച് പിടിച്ചുകൊണ്ട് വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകും. കടയിലേക്ക് കൊണ്ടുപോകും. ശരിക്കും പറഞ്ഞ ആളെ കാണില്ല, ഒരു നക്ഷത്രത്തിൻ്റെ കൂട്ടം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ നക്ഷത്രക്കൂട്ടം തരുന്ന ഒരു സ്വർഗീയ ആഘോഷമുണ്ട്, ഒരു സന്തോഷമുണ്ട്. ക്രിസ്മസ് ഇങ്ങ് എത്തിയെന്ന് വിളിച്ചു പറയുന്നൊരു ആനന്ദമുണ്ട്. ആ കുടുംബത്തിൻ്റെ ആഘോഷം ഇങ്ങനെ നമ്മളിലേക്കുമൊക്കെ പ്രസരിപ്പിച്ചുകൊണ്ടുള്ള ഒരാഘോഷമാണ് അക്കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നത്. നമ്മളുമൊക്കെ നക്ഷത്രക്കൂട്ടത്തിൻ്റെ ഭാഗമാണ്. എന്നും നക്ഷത്രത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കണം. കാരണം നക്ഷത്രം വെളിച്ചമാണ്. പൂജരാജാക്കന്മാർ അവർക്ക് മുൻപേ നടന്നുപോയ നക്ഷത്രത്തിൽ നിന്നൊരു പക്ഷേ കണ്ണ് പറിച്ചിട്ടുണ്ടാവില്ല. കാരണം വിചിത്രമായൊരു നക്ഷത്രത്തെ കണ്ടു, നടന്നു പോകുന്നൊരു നക്ഷത്രത്തെ കണ്ടു, അല്ലെങ്കിൽ ഇങ്ങനെ തനിക്ക് മുമ്പേ മൂവ് ചെയ്യുന്ന നക്ഷത്രത്തെ കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ പോവുക. ലക്ഷ്യം എവിടെയോ വലുതാണെന്ന് തിരിച്ചറിയുക. നമ്മുടെ ഉള്ളിലും ഒരു നക്ഷത്രം ഉദിക്കണം. നമ്മൾ നക്ഷത്രത്തിൻ്റെ ഭാഗമാകണം. ഒരു കാരണവശാലും നക്ഷത്രക്കൂട്ടത്തിൽ നിന്ന് തെറ്റാൻ പാടില്ല. നക്ഷത്രക്കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോയ നക്ഷത്രമാണ് പിന്നീട് ഈ പ്രപഞ്ചത്തിൽ തന്നെ അഗാധമായിട്ടുള്ള ഗർത്തമായി തീർന്നെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇരുട്ടറയായി മാറി. നക്ഷത്രം പിരിഞ്ഞു പോയപ്പോഴാണ് ഇരുട്ടറയായത്. അതുകൊണ്ട് വെളിച്ചം തരുന്ന എന്തിനോടും ചേർന്ന് നിൽക്കാൻ, നമുക്ക് പ്രകാശം തരുന്ന എന്തിനോടും ചേർന്ന് നിൽക്കാൻ, നമുക്ക് നല്ല സദ്വാർത്തകൾ തരുന്ന വ്യക്തികളോടും സാഹചര്യങ്ങളോടും ചേർന്ന് നിൽക്കാനുള്ള കൃപയാണ് ഈ നക്ഷത്രക്കൂട്ടം നമ്മളെ ക്ഷണിക്കുക. വെളിച്ചമായിരിക്കാനായിട്ട് നമുക്ക് എപ്പോഴും ശ്രമിക്കാം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും ആത്മാർത്ഥമായി നേരുന്നു. Joyful and true.